കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയോട് ചവിട്ടേറ്റ് യുവാവിന് ദാരുണാന്ത്യം. ആറളം ഫാം 10-ാം ബ്ലോക്കിലെ അനീഷാണ് മരിച്ചത്. പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. അജീഷ് ജയകുമാർ തന്നെയാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഈ വാർത്ത. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവിടെ ഇങ്ങനെ കാട്ടാനയുടെ പ്രശ്നമുണ്ടെന്നുള്ളത് അറിയാവുന്നതാണ്. വീടിന് പുറത്തിറങ്ങുമ്പോൾ ഇതുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ആറളം ഫാമിലെ 10-ാം ബ്ലോക്കിലാണ് ഈ സംഭവം. ഈ വീടിന് സമീപത്തായി കാട്ടാനകൾ എത്തിയിരുന്നു. പുലർച്ചെ മൂത്രമൊഴിക്കാനായി വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വർഷങ്ങളായി തന്നെ ഈ ആറളം ഫാം മേഖലയിൽ കാട്ടാന പ്രശ്നമുണ്ട്. നിരവധി പേർക്ക് അങ്ങനെ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ കാട്ടാന ഇറങ്ങുന്നതും ഈ വീടുകളിൽ മറ്റും നശിപ്പിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും ഒക്കെ തന്നെ അവിടെ സ്ഥിരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഈ ആറളം ഫാം മേഖലയിൽ. വനമേഖലയോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെ അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. നിലവിൽ പുലർച്ചെ 4 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ദാരുണമായ സംഭവമാണ്. കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഒരു യുവാവ് അനീഷ് കൊല്ലപ്പെട്ടത്. ഓക്കെ, അവിടെ ആവർത്തിക്കുകയാണ്. അപ്പോൾ അജീഷ്, ആ മേഖല കാട്ടാന ശല്യമുള്ള കാര്യമായ ശല്യമുള്ള മേഖല തന്നെയാണ്. അവിടെ ആ ശല്യം പരിഹരിക്കാൻ ഏതെങ്കിലും ഇടപെടൽ വേണം എന്ന് അവിടുത്തെ ആ നാട്ടുകാരുടെ ആവശ്യത്തിനും നാളുകളേറെയാണ്, അല്ലെങ്കിൽ കാലങ്ങളേറെ ആയിട്ടുണ്ട്. ഏതെങ്കിലും പരിഹാരം ഇനിയെങ്കിലും ഉണ്ടാവുമോ, അതോ നേതാക്കൾ വന്ന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കലേ ഉണ്ടാവുള്ളൂ ഇനിയും അജീഷ്? ഈ മുമ്പൊക്കെ തന്നെ ഈ ആറളം ഫാം മേഖലയിൽ ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ, കൃഷിനാശമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ് ഈ ചുറ്റുമതിൽ, ഈ കാട്ടാന മതിൽ കെട്ടണമെന്നുള്ള കാര്യം. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഈ പദ്ധതിക്ക് ഈ ബജറ്റിൽ ബജറ്റിൽ വകയിരുത്തിയതൊക്കെ ചെയ്തതാണ്. പക്ഷേ ആ കാട്ടാന മതിൽ നിർമ്മാണം ഇതുവരേക്കും പൂർത്തിയായിട്ടില്ല. ഒരു പരിധിവരെയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും കാട്ടാനകൾ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ പലയിടത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇതിനെതിരെ പലതവണ അവിടെ നാട്ടുകാർ തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളെ നേരിട്ട് കണ്ട് ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അവിടുത്തെ MLA പലതവണ നിയമസഭയിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതുവരയ്ക്കും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ഈ ആറളം മേഖലയിലെ എല്ലാ ബ്ലോക്കുകളിലും തന്നെ ഈ കാട്ടാന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ തുടരെ ഈ വേനൽക്കാലമാകുമ്പോൾ കൂടുതൽ ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നൊരു വാർത്ത എന്തായാലും സജീവമാണ്. കാരണം വേനൽക്കാലത്ത് കാട്ടിൽ വിഭവങ്ങൾ കുറയുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ജനവാസ മേഖലയിലേക്ക് കൂടുതൽ കാട്ടാനകൾ ഇറങ്ങും. കഴിഞ്ഞ ദിവസം അവിടെ ഈ ചക്ക തിന്നാനായിട്ട് കാട്ടാനകൾ ഇറങ്ങിയതിൻ്റെ ചില ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ആളഭയമൊന്നും ഉണ്ടായില്ല. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. പുലർച്ചെ ഇരുട്ടായതിനാലാണ് കാട്ടാനയെ ശ്രദ്ധിക്കാൻ പറ്റാത്തത്. അതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.